നമസ്കാരം. ഇറാനും അമേരിക്കയും യുദ്ധം പുതിയൊരു തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ശക്തമായ മിസൈൽ ആക്രമണമാണ് അമേരിക്ക ഇറാനിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇറാനെ ചാരമാക്കി ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഒഴിച്ചു മാറ്റുമെന്ന് തന്നെയാണ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈന്യത്തിന് ശക്തമായ നിർദ്ദേശം ട്രംപ് കൊടുത്തിരിക്കുകയാണ്. ഇറാനെ ശക്തമായി നേരിടാൻ ഏകദേശം 100-ലധികം കേന്ദ്രങ്ങളെ ചുട്ടരിച്ചുകൊണ്ട് അമേരിക്കയുടെ ബോംബിംഗ് തകൃതിയായി നടക്കുകയാണ് ഇറാനിൽ. ഇറാനാണെങ്കിലോ അമേരിക്കൻ സൈനിക താവളങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് മിസൈലുകൾ തൊടുക്കുന്നു, ഡ്രോണുകൾ തൊടുത്തുവിടുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ ഇപ്പോൾ വരുന്നത്. ഗൾഫ് രാജ്യങ്ങൾ സൈറണുകൾ മുഴങ്ങി ഗൾഫ് രാജ്യങ്ങളിൽ വളരെ ഭീതിയോടെ കൂടി ആളുകൾ ഇരിക്കുന്നു. നമ്മുടെ പ്രവാസികൾ ധാരാളമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ, സൗദി ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഇറാൻ മിസൈലുകൾ തൊടുത്തുവിടുന്നു, മിസൈലുകൾ അയക്കുന്നു, അല്ലെങ്കിൽ ഡ്രോൺ വഴി ബോംബിംഗ് നടത്തുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു കപ്പലിന് നേരെ ഇറാൻ ഹോർമുസിലൂടെ പോകുന്ന കപ്പലിനെ ഇറാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ആക്രമണങ്ങൾ തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം 4 ദിവസമായി ശക്തമായി ബോംബിംഗ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നു ഇറാനിൽ. അതായത് അമേരിക്ക ആവട്ടെ ഇറാനിലേക്ക് ശക്തമായ ബോംബിങ്ങും മിസൈൽ ആക്രമണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളിലേക്ക് മിസൈലുകളും ബോംബിങ്ങും നടത്തിക്കൊണ്ട് ചാരമാക്കി കളയാനാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ സൈന്യത്തിന് കൊടുത്തിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത്. എന്തായാലും യുദ്ധം മുമ്പത്തേതിനേക്കാളും കൂടുതൽ കനക്കുകയാണ് എന്നാണ് ഏറ്റവും പുതിയ വാർത്തകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഗൾഫ് രാജ്യങ്ങളായ ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈത്ത്, അതേപോലെ UAE എന്നിവിടങ്ങളിലേക്ക് ഇറാൻ ശക്തമായ ഡ്രോൺ ആക്രമണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാന്റെ ശക്തമായ ഡ്രോൺ ആക്രമണം. ഡ്രോണിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബോംബിംഗ് അയച്ചുകൊണ്ടാണ് ഇറാന്റെ ആക്രമണം. അതായത് ഈ അമേരിക്ക ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളെ ചുട്ടരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇറാൻ ശക്തമായി തിരിച്ചടിക്കാൻ ഡ്രോൺ വഴി തിരിച്ചടിക്കുന്നു. അമേരിക്കയുടെ സൈനിക താവളങ്ങളെ, ഗൾഫ് രാജ്യത്തുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാന്റെ ആക്രമണം. ഗൾഫ് രാജ്യങ്ങളിൽ പാർക്കുന്ന നമ്മുടെ പ്രവാസികളായിട്ടുള്ള മലയാളികളും ഇന്ത്യക്കാർക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഈ യുദ്ധം എന്ന് പറയുന്നത് 4-5 മാസത്തോളമായി ഈ യുദ്ധം തുടങ്ങിയിട്ട്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളിൽ ഒരു ശാന്തിയും സമാധാനവും വരാനായിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഈ ഡൊണാൾഡ് ട്രംപിനും അതേപോലെ ഇറാൻ്റെ ഏറ്റവും പുതിയ തലവനായിട്ടുള്ള പ്രസിഡന്റിനും നല്ല ബുദ്ധിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അല്ലാതെ എന്താ ചെയ്യുക സുഹൃത്തുക്കളെ? വളരെ കഷ്ടം തന്നെയാണ് ഇപ്പോൾ ഈ ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇറാനും അമേരിക്കയും അടിക്ക് തിരിച്ചടി എന്ന ലെവലിലാണ് ഇപ്പോഴത്തെ യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. കട്ടയ്ക്ക് നിന്നുകൊണ്ട് തിരിച്ചടിക്കുകയാണ് 2 രാജ്യങ്ങളും.